അങ്ങനെ ഒരുപാട് സ്റ്റോൺ ആർട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആകെ 2 സ്റ്റോൺ ആർട്ടേ ചെയ്തിട്ടുള്ളൂ. ആ 2 ഞാൻ പെയിൻറ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പോലെ സെറ്റ് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ ഈ വാൾപുട്ടിയും ഫെവിക്കോളും കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി, ഒരു ക്ലേ പരുവത്തേക്ക് ആക്കിയിട്ട് പിക്ചർ വരച്ച് ഫെവിക്കോൾ ഒട്ടിച്ച് അതിനനുസരിച്ച് ആ രൂപത്തിനനുസരിച്ച് ഈ സാധനം അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് എടുത്ത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തു. എന്നിട്ട് പിന്നെ ഉണങ്ങിയിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ ഇപ്പം എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ആലോചിച്ച് ഞാൻ കുറച്ചേരം ഇരുന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 3D ആണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു എഫക്റ്റ് ആയിരുന്നു. പെയിൻറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ആ ഒരു 3D വൈബ് വന്നില്ല. ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ ആ ഒരു സാധനം വന്നില്ല. ഇത് ഭയങ്കര എഫേർട്ടാണ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഇതിലും ഭേദം പെയിൻറ് ചെയ്യണതാ. ഈ പെയിൻറ് ചെയ്താൽ ഭംഗിയുണ്ടാവും, അത്ര പണിയില്ല, പെട്ടെന്ന് തീരും ചെയ്യും. എന്തായാലും ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ വേറൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയുകൊണ്ട് കൂടെ ഉണ്ടോ. ടാറ്റ ബൈ ബൈ, സി.